ആദ്യത്തെ അപ്ഡേറ്റ് RCBയുമായി ബന്ധപ്പെട്ടതാണ്. ടീമിന്റെ ഹോം ഗ്രൗണ്ട് മാറ്റം 100% ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ചിന്നസ്വാമിയിൽ നടക്കേണ്ടിയിരുന്ന വുമൺസ് വേൾഡ് കപ്പ് മത്സരങ്ങൾ ഒഫീഷ്യലി അവിടെ നിന്ന് മാറ്റി. പോലീസിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് ഇതുവരെ സ്റ്റേഡിയത്തിന് കിട്ടിയിട്ടില്ല, ഇനി കിട്ടാനും പോകുന്നില്ല. നിലവിലെ ചില ന്യൂസ് പ്രകാരം തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് ചിലപ്പോൾ ഈ മത്സരങ്ങൾ മാറ്റിയേക്കാം എന്നാണ് കാണുന്നത്. എങ്കിലും ഇത് കൺഫേം അല്ല. RCBക്ക് അടുത്ത വർഷത്തേക്ക് അവൈലബിൾ ആയിരിക്കുന്ന സ്റ്റേഡിയം ഓപ്ഷൻസ് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ്, DY പട്ടേൽ സ്റ്റേഡിയം, വിശാഖപട്ടണം, ധർമ്മശാല, പൂനെ, ഗ്രീൻ പാർക്ക്, കാൺപൂർ എന്നിവയാണ്. ഇതിൽ കാൺപൂർ, പൂനെ എന്നിവ ഗ്രേറ്റ് ഓപ്ഷൻസ് അല്ല. വേൾഡ് കപ്പിന്റെ മത്സരങ്ങൾ സക്സസ്ഫുൾ ആയി തിരുവനന്തപുരത്ത് നടത്താൻ പറ്റിയാൽ അത് ചിലപ്പോൾ ഒരു ഗ്രീൻ സിഗ്നൽ ആയിരിക്കും. ഇതിനു പുറമെ ടീമിനൊരു പോസിറ്റീവ് എന്നോണം കഴിഞ്ഞ സീസണിൽ നിറമങ്ങിയ ലിവിങ്സ്റ്റൺ ഇന്നലെ 100 ലീഗിൽ തകർപ്പൻ പെർഫോമൻസ് നടത്തിയിരുന്നു. 27 പന്തിൽ 5 സിക്സും 7 4 അടക്കം 69 താരം നേടിയത്. ഒരു നല്ല 100 സീസൺ കിട്ടിയാൽ ചിലപ്പോൾ റീടെൻഷൻ ചാൻസ് വർദ്ധിപ്പിക്കാൻ RCBയിൽ ലിവിങ്സ്റ്റണ് പറ്റിയേക്കാം. ലിവിങ്സ്റ്റണ് പുറമെ ടിം ഡേവിഡും തകർപ്പൻ ഫോമിലാണ് നിൽക്കുന്നത്. ഡേവിഡിന്റെ T20 കരിയറിന്റെ ഗ്രാഫ് തന്നെ ഈ വർഷം മുതൽ ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ ഒട്ടും കൺസിസ്റ്റന്റ് അല്ലായിരുന്നു ഡേവിഡ്. എന്നാൽ ഈ IPL മുതൽ അതിൽ മാറ്റം വന്ന് കൺസിസ്റ്റൻസി ഡേവിഡ് കീപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. റൈറ്റ് ടൈമിലാണ് RCB ഡേവിഡിനെ വാങ്ങിയത്. പൊള്ളാർഡിന്റെ റീപ്ലേസ്മെന്റായി കണ്ടാണ് MI ഡേവിഡിനെ മുന്നേ കൊണ്ടുവന്നത്. എന്നാൽ റോങ് ടൈമിൽ MI ഡേവിഡിനെ റിലീസും ചെയ്തു. പകരം വിൽ ജാക്സ് ആണ് അവിടെ എത്തിയത്. അടുത്ത അപ്ഡേറ്റ് CSKയുമായി ബന്ധപ്പെട്ടതാണ്. അശ്വിൻ സ്വയം റിലീസ് ടീമിൽ നിന്നും ആവശ്യപ്പെട്ടു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇതിന്റെ ക്ലാരിറ്റി താരം തന്നെ ഇന്നലെ വ്യക്തമാക്കി. അതായത് CSKയുടെ ഫ്യൂച്ചർ പ്ലാനിൽ താനില്ലെങ്കിൽ റിലീസ് ചെയ്തോളൂ എന്നാണ് അശ്വിൻ മാനേജ്മെന്റിനെ അറിയിച്ചിരിക്കുന്നത്. അത് മിക്കവാറും നടക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷം ടീമിന് ഒരു മോശം സീസൺ കിട്ടിയത് ചിലപ്പോൾ നല്ലതിനായിരിക്കാം എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അതുകൊണ്ടായിരുന്നു ബ്രവിസ്, ആയുഷ് മാത്രെ, ഉർവിൽ പട്ടേൽ തുടങ്ങി 3 അറ്റാക്കിംഗ് യുവതാരങ്ങളെ CSK റീപ്ലേസ്മെന്റായി കൊണ്ടുവന്നത്. അതിൽ ബ്രവിസ് ആ തീരുമാനം 100% ശരിയാണ് എന്ന് കഴിഞ്ഞ സീസൺ കൊണ്ട് തന്നെ തെളിയിച്ചു. എന്നാൽ ഇന്നലെ ഓസ്ട്രേലിയക്കെതിരെ ഓസ്ട്രേലിയയിൽ ഒരു ബാറ്ററുടെ ഏറ്റവും ഉയർന്ന T20 സ്കോർ എന്ന റെക്കോർഡ് ബ്രവിസ് അടിച്ചിരുന്നു. 56 പന്തിൽ 125 റൺസാണ് ബ്രവിസ് അടിച്ചത്. അതിൽ 8 സിക്സും 12 4ഉം ഉൾപ്പെടുന്നു. ഈ ഇന്നിംഗ്സ് കണ്ട് സാക്ഷാൽ AB ഡിവിലിയേഴ്സ് തന്നെ ഇംപ്രസ്ഡായി ട്വീറ്റ് ചെയ്തിരുന്നു. ലേലത്തിൽ ആരും ബ്രവിസിനെ വാങ്ങാതെ പോയതും CSK റീപ്ലേസ്മെന്റായി കൊണ്ടുവന്നതും ഒരു മാസ്റ്റർ സ്ട്രോക്കായി എന്നാണ് AB പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉള്ളത്, ഹാരി ബ്രൂക്ക് കഴിഞ്ഞ വർഷം തുടക്കത്തിൽ പിന്മാറിയപ്പോൾ റീപ്ലേസ്മെന്റായി ഡൽഹി ആയിരുന്നു ആദ്യം ബ്രവിസിനെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ബ്രവിസിന് ഒറ്റ ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ, റീപ്ലേസ്മെന്റായി വരികയാണെങ്കിൽ എല്ലാ മത്സരവും കളിപ്പിക്കാൻ സമ്മതിക്കണം. എന്നാൽ ഡൽഹിക്ക് അതിന് ഓക്കെ പറയാൻ പറ്റിയില്ല. പിന്നെ CSK കോൺടാക്ട് ചെയ്തപ്പോഴും ഈ സെയിം കാര്യമാണ് ബ്രവിസ് ആവശ്യപ്പെട്ടത്. അപ്പോൾ CSK ഓക്കെ പറഞ്ഞു. ബ്രവിസ് അങ്ങനെയാണ് ടീമിലെത്തിയത്.